ഹായ് ഓൾ, ഒരു 2 ദിവസം മുന്നേ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു വൺ വേർഡ് റിവ്യൂ ഇട്ടിട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒട്ടും എന്താ പറയുക, പ്രീ പ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസോടെ ഒന്നും പോയതല്ല. ഞാൻ പെട്ടെന്ന് ഇതേ കണക്ക് എനിക്ക് അവധിയായിരുന്നു വെനസ്ഡേ. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഇതേ കണക്ക് നോക്കുമ്പോൾ ഡ്രാഗൺ ടിക്കറ്റ് അവൈലബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി കണ്ട സിനിമയാണ്. ബിഫോർ ദാറ്റ് ഞാൻ വേറെ റിവ്യൂസോ അല്ലെങ്കിൽ ഒന്നും കേട്ടില്ല. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞ ശേഷം ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക എൻജോയ് ചെയ്ത് ഒരു എൻ്റർടൈനർ, പക്ക പൈസ വസൂൽ എൻ്റർടൈനർ എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ ഈ സിനിമ വിലയിരുത്തുന്നത്. ആൻഡ് ഞാനിത് വളരെ ധൈര്യത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. കാരണം ദോസ് ഹു ലവ് ദീസ് കോമഡി ഫിലിംസ് തീർച്ചയായിട്ടും കാണുക. ആൻഡ് ഇതൊരു കോമഡി ഡ്രാമ ജേണറിൽ വരുന്ന സിനിമയാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഒരാളുടെ ജേണി. ഇപ്പോൾ ഡ്രാഗൺ അത് പേരെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കുറച്ച് വയലൻസ് ഉള്ള സിനിമ, അങ്ങനെയൊന്നും അല്ല. ഡ്രാഗൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രം, അതായത് ഈ സിനിമയുടെ നായകൻ പ്രദീപ് രംഗനാഥൻ. പുള്ളിയെ നിങ്ങൾക്ക് അറിയായിരിക്കും, ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലെ നടനാണ് പ്രദീപ്. ആൻഡ് പുള്ളി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമ, കോമാളി എന്ന് പറയുന്ന സിനിമ. അപ്പം പുള്ളി അത്ര എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു നടനാണ്. അതായത് എനിക്ക് ധനുഷായിട്ടൊക്കെ റിലേറ്റ് ആവാറുണ്ട്. ധനുഷിൻ്റെ കുറച്ചും കൂടി ഒരു ലോക്കൽ ഒരു സ്റ്റുഡൻ്റ്, ഒരു എന്താ പറയുക യൂത്ത് വേർഷൻ. കുറച്ച് ധനുഷ യൂത്തായിട്ടൊന്നും നമ്മുടെ മറ്റേ ഇതുണ്ടല്ലോ VIP ഒക്കെ ചെയ്യുന്ന സമയത്ത് ധനുഷ് എങ്ങനെയായിരുന്നു, ആ ഒരു കൈൻഡ് ഓഫ് അപ്പിയറൻസും പെർഫോമൻസൊക്കെയാണ് എനിക്ക് പ്രദീപിൽ നിന്ന് കിട്ടിയത്. വളരെ നൈസ് ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ പേരാണ് ഈ സിനിമയിൽ ഡി രാഘവൻ. അപ്പോൾ ഡി രാഘവൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ആക്ച്വലി ഡ്രാഗൺ. അപ്പോൾ ഡ്രാഗൺ അല്ലെങ്കിൽ ഡി രാഘവൻ്റെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ജേണിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു കിടിലം പടമാണ്. എനിക്ക് യാതൊരുവിധ നെഗറ്റീവ്സും ഈ സിനിമയിൽ പറയാനില്ല. കാരണം നമ്മളൊന്ന് കോമഡിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് വരുന്ന സമയത്ത് ഇമോഷൻസ് നൈസായിട്ട്, ഈ പറഞ്ഞ കോമഡി ഇമോഷൻസ് ബ്ലെൻഡ് ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് നല്ല രീതിയിൽ പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. അടിപൊളിയാണ്. നമ്മൾ സിനിമ തീരുന്ന അറിയത്തില്ല, അത്രയ്ക്ക് ഒരു ഫ്ലോയിൽ ഒരു മൊമെൻറ്റത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. ആൻഡ് എന്താ പറയുക, യൂണിഫോമായിട്ട് പക്കയായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന കോമഡി. എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ അശ്വത് മാരിമുത്തു എന്ന് പറയുന്ന ആളാണ്. ആൾ തന്നെയാണ് ഇത് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ പ്രദീപ് ഇത് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ പണിയെടുത്ത് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഡയറക്ഷൻ ഈസ് ഗുഡ്. ആൻഡ് ഇതിൻ്റെ പ്രൊഡ്യൂസർ AGM ആണ്. ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ടു ഹിം ഓൾസോ. പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ, ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്തേക്കുന്നവരുടെ പെർഫോമൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രദീപ് നമ്മുടെ ഡ്രാഗണായിട്ട് വരുന്ന അടിപൊളിയാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ നിന്ന് പോയിട്ടുള്ള നമ്മുടെ നടി അനുപമ പരമേശ്വരൻ. പുള്ളിക്കാരി പ്രേമത്തിന് ശേഷം ഞാൻ ഈ സിനിമയിലാണ് കാണുന്നത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് നല്ലോണം ചെയ്യാൻ പറ്റിയൊരു റോളാണ്. നല്ല ഡെപ്തുള്ള റോളാണ്. വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിപ്പം സിനിമ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ +2 96 above% വാങ്ങിച്ചു വരുന്ന ഒരാൾ കോളേജിൽ വന്നു കഴിഞ്ഞിട്ട് ഉഴപ്പുന്ന കാഴ്ച. അതായത് 48 സപ്ലി കഴിഞ്ഞിട്ടാണ് ഈ പ്രദീപ്, അതായത് നമ്മുടെ ഡ്രാഗൺ പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഡ്രാഗണിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടാണ് ഇനീഷ്യലി അനുപമ വരുന്നത്. അപ്പോൾ അനുപമ പിന്നീട് ഒരു കോഫി ഷോപ്പിൽ ഒരു മഴയത്തൊരു ഷോട്ട് ഉണ്ട്. പുള്ളിക്കാരി അതിൽ അഭിനയിച്ചിരിക്കുന്ന അടിപൊളിയാണ്. പുള്ളിക്കാരി ആൻഡ് പ്രദീപ് ആൾസോ അടിപൊളി ഒരു ഷോട്ടാണ് ആ ഷോട്ട്. പിന്നെ അതിനുശേഷം വീണ്ടും അനുപമ വരുന്നുണ്ട്. അപ്പം ത്രൂ ഔട്ട് സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. നല്ല രീതിയിൽ പുള്ളിക്കാരി നല്ല മെച്യൂർഡായിട്ട് നല്ല രീതിയിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് അടുത്ത കടയു ലോഹർ എന്ന് പറയുന്നൊരു, ഞാൻ വേറെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അടിപൊളിയായിരുന്നു. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു. നല്ല ഗ്ലാമറസ് ആണ്. വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അടുത്തെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗണിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതായത് അച്ഛനും അമ്മയും. അച്ഛനായിട്ട് വന്നേക്കുന്ന നമ്മുടെ പിന്നെ കൈദിയിലും അതേപോലെ ലിയോയിലൊക്കെ മറ്റേ കോൺസ്റ്റബിളായിട്ട് വരുന്ന ആ പുള്ളിക്കാരനാണ്. പുള്ളിക്കാരൻ ഇമോഷണൽ സീൻസ് അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് പേഴ്സണലി ആ അച്ഛനും അമ്മയോടും ഒരു എന്താ പറയുക സോഫ്റ്റ് കോർണർ, ഒരു നമുക്ക് കരച്ചിൽ വരും ലിറ്ററലി അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി. എസ്പെഷ്യലി ഈ പുള്ളിയുടെ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. അതായത് ഈ മോൻ ഇവരെ ചെറുതായിട്ട് പറ്റിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാണ് ഇവൻ അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ്. അത്രയും മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാമിലി അച്ഛനും അമ്മയാണ്. അപ്പോൾ അച്ഛനും അമ്മയും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഡിസീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസ് കൊണ്ട് ഒരുവിധം എല്ലാവരും. പിന്നെ എടുത്തു പറയേണ്ടത് മിസ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുള്ളി ഒരു ഡയറക്ടറും കൂടിയാണ്. മിസ്കിൻ്റെ റോള് അടിപൊളിയാണ്. നല്ല പ്രിൻസിപ്പളായിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു റെസ്പെക്റ്റ് തോന്നുന്ന ഒരു പ്രിൻസിപ്പളായിട്ട് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസ് വൈസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ കണക്ക് കോളേജ് ലൈഫ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കോളേജ് ലൈഫിൽ ഈ പറഞ്ഞ 48 സപ്ലി ഉള്ള ഒരാളാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോരോ പരിപാടികളും അവിടെ കോളേജിലെ ഹീറോ ആയി നടക്കുന്ന അങ്ങനത്തെ കുറച്ച് സീനുകൾ. അതിനുശേഷം
കോർപ്പറേറ്റ് വേൾഡിലേക്ക് ഇദ്ദേഹം എങ്ങനെ വരുന്നു, വന്നതിന് ശേഷം പുള്ളിക്കാരൻ എങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നല്ല രീതിയിൽ പ്രദീപിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയാണ്. പിന്നീട് അതിന് ശേഷം പിന്നെ നടക്കുന്ന, ഞാൻ കഥ ഡെപ്തായിട്ട് പറയുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് സസ്പെൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് അതെല്ലാം കറക്റ്റായിട്ട് കുരുക്കഴിച്ച് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അവസാനം എൻഡ് ഓഫ് ദി മൂവി നമുക്കൊരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഇത് ഫുൾ പോസിറ്റീവിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ടൊരു എന്താ പറയുക, ഒരു ഹാപ്പി ഇതിൽ എൻഡ് ചെയ്യാമെന്നെടുത്ത് അവർ റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ഇതൊന്നും സംഭവിക്കില്ല എന്ന് തോന്നിക്കുന്നിടത്ത് പ്രേക്ഷകനെ പറ്റിച്ചുകൊണ്ട് പ്രോപ്പർ റിയാലിറ്റി എന്താണെന്ന് കാണിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു മോറൽ സൈഡ് കൺവേ ചെയ്തിട്ടാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. അതായത് വെറും ഒരു എന്താ പറയുക ഇല്യൂഷനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ എടുത്ത് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നില്ല, പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുത്ത് പ്രോപ്പറായിട്ടൊരു മോറൽ എൻഡിങ് കൊടുക്കുന്നുണ്ട് സിനിമയ്ക്ക്. അതാണ് ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവ് എനിക്ക് തോന്നിയത്. കാരണം അവസാനം കുറച്ച് ഇമോഷണൽ വരുന്നുണ്ടെങ്കിലും എൻഡ് ഓഫ് ദി ഡേ ഈ സിനിമ തീരുമ്പം നമുക്ക് പ്രേക്ഷകനും എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ കൊടുത്ത് പ്രോപ്പറായിട്ടുള്ളൊരു എൻഡിങ്, അതിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഷോ സ്റ്റീലർ എന്ന് പറയുന്നത് പ്രദീപാണ് ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സെറ്റ് ഓഫ് ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് അവർ വളരെ നല്ല രീതിയിൽ അവർ കൊടുത്തേക്കുന്ന റോള് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡയലോഗ്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ക്യാമറ സൈഡ്, വിഷ്വൽ സൈഡ്, ഞാൻ പറഞ്ഞ കോഫി ഷോപ്പിലെ മഴ, ആ ഷോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫൈറ്റ് ഒരു ചെറിയ വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നല്ല ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളുമാണ്. കോളേജിൽ നടക്കുന്നതൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കും. പിന്നെ അടുത്തൊരാളുടെ പേര് ഞാൻ വിട്ടുപോയി, നമ്മുടെ GVM ഹിംസെൽഫ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു GVM എങ്ങനെയാണോ സാധാരണ ഒരു ഫങ്ഷൻസിനും കാര്യങ്ങളിലൊക്കെ പോകുന്നത്, അതേപോലത്തെ ഒരു കോസ്റ്റ്യൂംസും മേക്കപ്പും ഒക്കെ വെച്ചിട്ട് പുള്ളി ഈ പറഞ്ഞ ബോസായിട്ടാണ് വരുന്നത്. അതായത് ഈ പ്രദീപിൻ്റെ ബോസായിട്ടാണ് വരുന്നത് ഓഫീസിൽ. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ ആ പുള്ളിയുടെ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ബേസിക്കലി ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ മിസ്കിൻ ഉണ്ട്, അതേപോലെ GVM ഉണ്ട്, പ്രദീപ് ഉണ്ട്. ഇവരൊക്കെ ഈ സിനിമയിൽ ഡയറക്ടേഴ്സ് അഭിനയിച്ചൊരു സിനിമയെന്നും കൂടെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അടിപൊളി സിനിമയാണ്, എല്ലാവർക്കും ധൈര്യമായിട്ട് പോയി കാണാം. ആൻഡ് ഈ പറഞ്ഞ ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ആൻഡ് പ്രദീപിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു സിനിമയാണ്. പിന്നെ ഇതിൽ ഒരുപാട് മലയാള റെഫറൻസ് ഉണ്ടെന്ന് പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് കുറേ പാട്ടുകൾ കാണിക്കുന്നുണ്ട്. ആവേശത്തിലെ പാട്ട് കാണിക്കുന്നുണ്ട്, സിനിമയ്ക്ക് കോളേജിൽ നിന്ന് ആൾക്കാർ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടന് തമിഴ്നാട്ടിൽ കിട്ടിയ സ്വീകാര്യത അവിടെ എക്സ്പ്രസീവ് ആകുന്നുണ്ട്. പിന്നെ അതേപോലെ പ്രേമം സിനിമയിലെ റെഫറൻസ് വരുന്നുണ്ട്. പ്രേമം എന്ന് പറയുന്ന സിനിമ തമിഴ്നാട്ടിൽ എന്തോരം ഓളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അവർ നല്ല രീതിയിൽ മേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഏതോ റീലിൻ്റെ ഇടയ്ക്ക് മലയാളം സോങ് വെച്ചിട്ട് നമ്മുടെ പ്രദീപ് റീൽ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ, മലയാളികളുടെ ഒരു സിനിമയായിട്ടൊക്കെ വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഉള്ളിടത്ത് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതായിരിക്കും, പക്ഷേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് തമിഴ്. അപ്പോൾ നല്ലൊരു സിനിമയാണ്, പേഴ്സണൽ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു കിടിലൻ പൈസ വസൂൽ എൻ്റർടൈനർ ഡ്രാഗൺ. താങ്ക് യു.